Hello friends, welcome to another video of Pocket Cachets. In this video, we will be discussing the important topics related to Pharmacology 3 for KUHS University students. We will also see how to answer questions in the university exam. Before moving to the video, please remember to subscribe our channel so that you will get timely notifications whenever we upload a new video. So, we will now move on with the video. So, first unit എന്ന് പറയുന്നത് ഫാർമക്കോളജി ഓഫ് ഡ്രഗ്സ് യൂസ് ഇൻ റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആൻറ്റി ആസ്മാറ്റിക് ഡ്രഗ്സ് ആണ്. സോ ആൻറ്റി ആസ്മാറ്റിക് ഡ്രഗ്സിന്റെ ആ ഒരു ഏരിയയിൽ ആസ്മയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ തന്നെ ആസ്മയുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചു വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ പല ടൈപ്പ് ആസ്മയിൽ ഏത് ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഏതൊക്കെ ഡ്രഗ്സ് ആണ് സ്പെസിഫിക്കലി ഓരോ ടൈപ്പിലും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റഡി ദാറ്റ് പോർഷൻ. അത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ആസ്മയുടെ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, അതായത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ് ചോദിക്കാം. സോ അതുകൊണ്ട് അത് നോക്കി വെക്കുക ക്ലിയർ ആയിട്ട്. പിന്നെ എല്ലാ ഡ്രഗ്സും തന്നെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമുക്ക് കുറച്ച് ഡ്രഗ്സ് കണ്ടിന്യൂസ്ലി ചോദിച്ചു കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് സാൽബ്യൂട്ടമോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. അതുപോലെ തന്നെ തിയോഫിലിൻ നോക്കി വെക്കുക. മീഥൈൽ സാന്തൻസിന്റെ ക്ലാസ്സിൽ വരുന്ന ഡ്രഗ് ആണ് തിയോഫിലിൻ. അതിന്റെ ആക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചേറെ ആക്ഷൻസ് വരുന്ന ഒരു ഡ്രഗ് ആണ്. അപ്പൊ അത് നോക്കി വെക്കുക. വേണമെങ്കിൽ സ്പെസിഫിക്കലി ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ആ ഡ്രഗിനെ കുറിച്ച് ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഉള്ളൊരു ഡ്രഗ് എന്ന് പറയുന്നത് സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ് ആണ്. ഇപ്പൊ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസർ എന്ന കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. സോ അതും റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുണ്ട്, സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ്. പിന്നെ നമുക്ക് കോമൺലി അറിയാവുന്ന ഒരു ഡ്രഗാണ് മോണ്ടിലൂക്കാസ്റ്റ്. മോണ്ടിലൂക്കാസ്റ്റ് വരുന്നത് ലൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. സോ വേണമെങ്കിൽ ഈ ലൂക്കോട്രൈൻ ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മാർക്സിന് ചോദിച്ചാൽ അതിനകത്ത് വരുന്ന ഡ്രഗ് മെയിൻലി മോണ്ടിലൂക്കാസ്റ്റ് എഴുതാം. അതുപോലെ സഫിർലൂക്കാസ്റ്റ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ ആക്ഷൻസും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് അത് എഴുതുക. പിന്നെ അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ആന്റി IgE ആന്റിബോഡീസിന്റെ ക്ലാസ് ആണ്. അതായത് ഒമാലി സുമാബ് പോലത്തെ ഡ്രഗ്സ് ആണ്. അതും സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കാം. സോ ഇത്ര ഡ്രഗ്സ് മാത്രമല്ല, റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള കുറച്ച് ഡ്രഗ്സ് നമ്മൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് COPD എന്ന് പറയുന്നത്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതിന്റെ കേസിലും ഈ പറയുന്ന ആസ്മയിൽ യൂസ് ചെയ്യുന്ന സെയിം ഡ്രഗ്സ് തന്നെയാണ്. സോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാനും കൂടെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. സോ ഡെഫിനിഷനും ഡ്രഗ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ആ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് എക്സ്പെക്ടോറൻസ് ആൻഡ് ആന്റിറ്റസീവ്സ് ആണ്. അപ്പം എക്സ്പെക്ടോറൻസിനെ നമുക്ക് മ്യൂക്കോകൈനറ്റിക് ഏജൻസ് എന്നും വിളിക്കാം. അതുപോലെ ആന്റിറ്റസീവ്സിനെ നമുക്ക് കഫ് സെന്റർ സപ്രസൻസ് എന്നും വിളിക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതല്ലാതെ ഇത് ചോദിക്കാൻ, ഈ രണ്ടെണ്ണത്തിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്രഗ്സ് യൂസ് ഫോർ കഫ്. സോ കഫിന് യൂസ് ചെയ്യുന്ന 2 ഡ്രഗ്സ് ആണ് എക്സ്പെക്ടോറൻസിന്റെ ക്ലാസും ആന്റിറ്റസീവ്സിന്റെ ക്ലാസും. സോ നിങ്ങളത് നോക്കി വെക്കുക. സ്പെസിഫിക്കലി ഡ്രഗ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ ബ്രോംഹെക്സിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ആണ്. അതുപോലെ തന്നെ കൊഡീനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. സോ അത് രണ്ടും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഒരു 1-2 വട്ടം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ നെയ്സൽ ഡീകൺജസ്റ്റൻസിന്റെ. അതൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മോസ്റ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. വേണമെങ്കിൽ ഒരു 2 മാർക്സിനും ചോദിക്കാം. സോ അഡ്രിനർജിക് ഡ്രഗ്സിന്റെ ക്ലാസിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. മേ ബി ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദി നെക്സ്റ്റ് പോർഷൻ ഇസ് ദ ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. അവിടെ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആന്റി അൾസർ ഏജൻസ് എന്ന് പറയുന്നത്. അവിടെ ആന്റി അൾസർ ഏജൻസിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ്, അതെങ്ങനെയാണെന്നുള്ളതിന്റെ ആ ഒരു പ്രോസസ്സ്, അതിനൊരു ഡയഗ്രം ഉണ്ട്. സോ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ബിക്കോസ് നമുക്ക് അതിനെ ഡ്രഗ്സിന്റെ മെക്കാനിസമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേ ബി അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അത് നോക്കുക. പിന്നെ അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ട് ഡ്രഗ്സിന്. സോ ബേസിക്കലി ഉള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക. അതല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് H2 ആന്റഗോണിസ്റ്റിന്റെ ക്ലാസ് പഠിച്ചു വെക്കുക.
പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ ക്ലാസ്സും സ്പെസിഫിക്കലി പഠിച്ചു വെക്കാം. സോ ഇപ്പൊ ഇത് രണ്ടും സ്പെസിഫിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ഒരു ക്വസ്റ്റ്യൻ, H2 ആന്റഗോണിസ്റ്റിനെ പറ്റി ഒരു 5 മാർക്കിന് എഴുതുക, അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിനെ പറ്റി ഒരു 5 മാർക്കിന് എഴുതുക, അങ്ങനെ ചോദിക്കാം. ബേസിക്കലി ഇതിനകത്തെ പ്രോട്ടോടൈപ്പ് ഡ്രഗ് ഏതാണോ അത് വെച്ചിട്ട് പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ H2 ആന്റഗോണിസ്റ്റിന്റെ കേസിൽ സിമെറ്റിഡിൻ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് കൂടിയാണ്. ബിക്കോസ് സിമെറ്റിഡിന്റെ ADRs വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക്കലി ഒരു 5 മാർക്സിന് ചോദിക്കാനുള്ള ADRs ഉണ്ട് സിമെറ്റിഡിന്. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ കേസിൽ വരുമ്പോൾ ഒമിപ്രസോൾ ആണ് അവിടുത്തെ ഒരു പ്രോട്ടോടൈപ്പ് ഡ്രഗ് എന്ന് പറയുന്നത്. സോ അതും കൂടെ വെച്ചിട്ട് ബേസിക്കലി ഉള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഈ രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ബാക്കിയുള്ളതിന്റെ കേസസ് എല്ലാ ഡ്രഗ്സും ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. എന്തൊക്കെ ക്ലാസ്സസ് ആണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. ദെൻ അതിൽ വരുന്ന നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഡ്രഗ്സ് ഫോർ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ ആണ്. ചെറിയൊരു ഏരിയ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിനകത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒരു പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് യു ക്യാൻ എക്സ്പെക്ട് സം 5 മാർക്സ് ക്വസ്റ്റ്യൻ ഓർ മേ ബി 2 മാർക്സ് ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ്. സോ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇപ്പോ കോൺസ്റ്റിപ്പേഷന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഡ്രഗ്സ് ലാക്സേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഓരോ ലാക്സേറ്റീവിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ പേര് തന്നെ അതിന്റെ ഒരു മെക്കാനിസം വെച്ചിട്ടാണ് അതിന്റെ പേരും വരുന്നത്. ഫോർ എക്സാമ്പിൾ ബൾക്ക് പെർഗേറ്റീവ്സ്, അതുപോലെ സ്റ്റൂൾ സോഫ്റ്റ്നർ, സ്റ്റിമുലന്റ് പെർഗേറ്റീവ്സ് അങ്ങനെ പറഞ്ഞിട്ട്. സോ മെക്കാനിസം വെച്ച് ഓരോ ക്ലാസ് ഓർത്ത് വെക്കുക. അങ്ങനെ പറ്റുന്ന കേസസിൽ അത് തന്നെ മെക്കാനിസം ആയിട്ട് അപ്പൊ എഴുതി നമുക്ക് ഇച്ചിരി ഈസി ആയിരിക്കും പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡയറിയയുടെ കേസിൽ വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ അത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ്ലി കണ്ടിട്ടുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിന്റെ കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ORSന്റെ കോമ്പോസിഷൻ പഠിച്ചു വെക്കുക. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ. പിന്നെ ആ ഏരിയയിൽ ഡയറിയ റിലേറ്റഡ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ആന്റി മോർട്ടിലിറ്റി ഡ്രഗ് ആണ്. ലോപ്പിറമൈഡ് പോലത്തെ ആന്റി മോർട്ടിലിറ്റി ഡ്രഗിനെ കുറിച്ചിട്ടും ബേസിക്കലി ഒന്ന് പഠിച്ചു വെക്കുക. ആ യൂണിറ്റിലുള്ള കുറച്ച് സ്മോൾ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പം അപ്പറ്റൈറ്റ് സ്റ്റിമുലൻസ് ആൻഡ് സപ്രസൻസ് ഉണ്ട്, അതുപോലെ ഡൈജസ്റ്റീവ്സ് ആൻഡ് കാമിനേറ്റീവ്സ് ഉണ്ട്. ഇപ്പൊ ഇതിനെ കുറിച്ചിട്ടെല്ലാം ഇത് ഒരുപാട് തവണ അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ലാത്ത ഏരിയ ആണ്. അതുകൊണ്ട് അത്രയും ഫോക്കസ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതിനെ കുറിച്ചിട്ടൊരു ബേസിക് ഐഡിയ വേണം. ബിക്കോസ് ഏത് പോർഷനിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ല. സോ എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെക്കാനായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ദെൻ ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇസ് ആന്റി എമറ്റിക്സ്. സോ എമറ്റിക്സും ഉണ്ട്, ബട്ട് ആന്റി എമറ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ആന്റി എമറ്റിക്സിന്റെ ഒരുപാട് പ്രാവശ്യം പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ആന്റി എമറ്റിക്സിന്റെ. ഈ ഡ്രഗ്സിന്റെ എല്ലാ ക്ലാസ്സസും ഇമ്പോർട്ടന്റ് ആണെങ്കിലും സ്പെസിഫിക്കലി പറയാനുള്ള 2 ക്ലാസ് എന്ന് പറയുന്നത് പ്രോകൈനറ്റിക്സും 5-HT3 ആന്റഗോണിസ്റ്റും ആണ്. സോ ഈ പ്രോകൈനറ്റിക്സിന്റെ കേസിൽ മെറ്റോക്ലോപ്രമൈഡ് ആണ് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് എന്ന് പറയുന്നത്. അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് മാത്രമായിട്ട് നമുക്ക് എടുത്തു ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മേ ബി എ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ ഈവൻ എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. അതല്ലാതെ ഡോംബെരിഡോണും ഉണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ പ്രോകൈനറ്റിക്സിന്റെ കേസിൽ. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് 5-HT3 ആന്റഗോണിസ്റ്റ് ആണ് പറയാനുള്ളത്. ഓണ്ടാൻസിട്രോൺ നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ബിക്കോസ് റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് ക്യാൻസർ കീമോതെറാപ്പിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് ഓണ്ടാൻസിട്രോൺ. സോ 5-HT3 ആന്റഗോണിസ്റ്റ് അതിന്റെ മെക്കാനിസം അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ബട്ട് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക. സോ ഈ യൂണിറ്റിൽ വരുന്ന ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സ്കിൻ കണ്ടീഷൻസിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ സോറിയാസിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന് കുറച്ചും കൂടി സ്പെസിഫിക് അറ്റൻഷൻ കൊടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ദെൻ മൂവിംഗ് ഓൺ ടു യൂണിറ്റ് 2. ഇവിടെ കീമോതെറാപ്പി ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണ്. സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതിനകത്ത് തന്നെ വരുന്ന ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ആന്റി മൈക്രോബിയൽ ഏജൻസ് ആണ്. സോ അതിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കെമിക്കൽ സ്ട്രക്ചർ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ, അതുപോലെ മെക്കാനിസം ഓഫ് ആക്ഷൻ ബേസ് ചെയ്തിട്ടൊരു ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് വേണമെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷനെ മാത്രം 5 മാർക്സിന് ചോദിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. 5 മാർക്സിന് ഈ മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചോദിക്കാം. ആൻഡ് അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് സൾഫോണമൈഡ്സ്.
സൾഫോണമൈഡ്സിന്റെ കേസിൽ എല്ലാം തന്നെ നിങ്ങൾ നോക്കി വെക്കുക. വളരെ സ്പെസിഫിക് ആയിട്ട് സൾഫോണമൈഡ്സിന്റെ ADR ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. പിന്നെ സെക്കൻഡ് വരുന്ന ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ് കോട്രിമോക്സിസോൾ. അതും 5 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. അവിടെയും ADR വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂറിനറി ആന്റിസെപ്റ്റിക്സ് ആണ് അടുത്ത വരുന്ന പോർഷൻ. അവിടെ നമുക്ക് ക്വിനലോൺസും ഫ്ലൂറോ ക്വിനലോൺസും വരും. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു സ്ഥലത്ത് അത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. സോ ക്വിനലോൺസിന്റെ കേസിൽ നാലിഡിക്സിക് ആസിഡ് പോലത്തെ ഡ്രഗ്സും ഫ്ലൂറോ ക്വിനലോൺസ് ആകുമ്പോൾ സിപ്രോഫ്ലോക്സിസിൻ പോലത്തെ ഡ്രഗും ആയിരിക്കും വരുന്നത്. സോ അറ്റ്ലീസ്റ്റ് അത്രയും ഡ്രഗ്സിനെ കുറിച്ചിട്ടെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ സ്പെസിഫിക്കലി ക്വിനലോൺ ഓർ ഫ്ലൂറോ ക്വിനലോൺ ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ UTI എന്നുള്ള രീതിയിലും ചോദിക്കാം. Another very important class of drugs is beta-lactam antibiotics. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള റീസൺ ഇതിനകത്ത് തന്നെ 4 ടൈപ്പ് ഓഫ് ഡ്രഗ്സ് വരുന്നുണ്ട്. പെനിസിലിൻസ്, സെഫാലോസ്പോറിൻസ്, മോണോബാക്ടം, കാർബാപീനം. സോ ബേസിക്കലി ബീറ്റാ-ലാക്ടം ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ കാണും ബീറ്റാ-ലാക്ടം ആന്റിബയോട്ടിക്സിന്റെ. സോ അത് നോക്കാതെ പോകരുത്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ തന്നെയാണ് ബീറ്റാ-ലാക്ടം ആന്റിബയോട്ടിക്. അത് നോക്കി വെക്കാം. സോ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ മേ ബി ഒരു 10 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഓരോന്നിനെ കുറിച്ചിട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എല്ലാം തന്നെ നോക്കി വെക്കുക. പെർട്ടിക്കുലർ ഫോക്കസ് കൊടുത്ത് പെനിസിലിൻ നോക്കി വെക്കുക. ബിക്കോസ് പെനിസിലിന് തന്നെ പല ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ അതിനകത്ത് വരുന്നത് അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. പെനിസിലിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബീറ്റാ-ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതിനോടൊപ്പം ചേർത്ത് പറയുന്നതേ ഉള്ളൂ. ക്ലാവിലാനിക് ആസിഡ് ആണ് അതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്. അത് മാത്രമായിട്ടൊരു 5 മാർക്സിനോ 2 മാർക്സിനോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള ഒരു പെർട്ടിക്കുലർ ഡ്രഗ് എന്ന് പറയുന്നത് സെഫാലോസ്പോറിൻസ് ആണ്. അവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ബിക്കോസ് അതിനകത്ത് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ ബിറ്റ് കൺഫ്യൂസിങ്. അതുകൊണ്ട് നിങ്ങൾ ആ സെഫാലോസ്പോറിൻസിന്റെ ക്ലാസിഫിക്കേഷനും കൂടെ സ്പെസിഫിക്കലി പഠിക്കുക. ആന്റി മൈക്രോബിയൽ ഏജൻസിൽ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും മെക്കാനിസം ഓഫ് ആക്ഷൻ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ, അമിനോഗ്ലൈക്കോസൈഡ്സ് ആൻഡ് മാക്രോലൈറ്റ്സ്. ആ ഒരു ഏരിയ ആണ്. ബിക്കോസ് ഇതിന്റെ എല്ലാത്തിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിനൊരു ഡയഗ്രം ഉണ്ട്. ആ ഒറ്റ ഡയഗ്രത്തിൽ നമുക്ക് ഈ 4 എണ്ണത്തിന്റെയും മെക്കാനിസം പഠിക്കാൻ പറ്റും. സ്പെസിഫിക്കലി അവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ടെട്രാസൈക്ലിൻ, അമിനോഗ്ലൈക്കോസൈഡ്സ് ആൻഡ് ക്ലോറാംഫെനിക്കോൾ, ഇത് 3ന്റെയും ADRs വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള ADRs ഉള്ള ഡ്രഗ്സ് ആണ്. അത് ഉറപ്പായിട്ട് നോക്കി വെക്കുക. ദെൻ കമ്മിങ് ടു യൂണിറ്റ് 3. യൂണിറ്റ് 3 എന്ന് പറയുന്നത് കീമോതെറാപ്പിയുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ പോലും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. വേറൊന്നും കൊണ്ടല്ല, അതിനകത്തുള്ള ഓരോ ടോപ്പിക്കും ഓരോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള രീതിയിലുള്ള ടോപ്പിക്സ് ആണ്. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ്സ് ആണ്. അപ്പോൾ അത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സ്പെസിഫിക് ഡ്രഗ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനകത്ത് ചോദിക്കാം. ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വേണമെങ്കിൽ അത് മാത്രമായിട്ടൊരു 5 മാർക്സിന് ചോദിക്കാം. അതുപോലെ തന്നെ ആ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിനകത്ത് എടുത്തു പറയാനുള്ളത് ഐസോണിയാസിഡ് തന്നെയാണ്. 5 മാർക്സിനോ 2 മാർക്സിനോ ചോദിക്കാം. പിന്നെ അതിനകത്ത് മെക്കാനിസം ഓഫ് ആക്ഷനും ADRസും സ്പെസിഫിക്കലി ഐസോണിയാസിഡിന്റെ മാത്രമല്ല എല്ലാ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സിന്റെയും അത് ഇമ്പോർട്ടന്റ് ആണ്. ADRും മെക്കാനിസം ഓഫ് ആക്ഷനും നോക്കി വെക്കുക. പിന്നെ ഐസോണിയാസിഡിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് അത് പിരിഡോക്സിനുമായിട്ട് എന്തുകൊണ്ട് കമ്പൈൻഡ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത് ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഫൈനലി അവിടെ TBയുടെ ഒരു ട്രീറ്റ്മെന്റ് റെജിം എന്താന്നുള്ളത്, ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പോകുന്ന പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കി വെക്കുക. മേ ബി ഇറ്റ് ക്യാൻ ഓൾസോ ബി ആസ്ക്ഡ് ആസ് എ ക്വസ്റ്റ്യൻ. അതിന്റെ ഒപ്പം തന്നെ വരുന്ന വേറൊരു ഡ്രഗ് ആണ് ആന്റി ലെപ്രോട്ടിക് ഡ്രഗ്സ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ അതുപോലെ തന്നെ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും അത് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ അതിനകത്ത് വരുന്ന സ്പെസിഫിക് ഡ്രഗ് എന്ന് പറയുന്നത് ഡാപ്സോൺ ആൻഡ് ക്ലോഫാസിമിൻ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അതിന്റെ ADRs വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ക്ലോഫാസിമിൻ പോലെയുള്ള ഡ്രഗ്സിന്റെ ADR എന്താണെന്നുള്ളത്, സ്കിൻ ഡിസ്കളറേഷൻ ഒക്കെ വരുത്തുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് പെർട്ടിക്കുലർലി നോക്കി വെക്കുക. അതിലെ നെക്സ്റ്റ് പോർഷൻ ആന്റി ഫംഗൽ ഏജൻസ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ
തന്നെയാണ്. സോ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ ആംഫോടെറിസിൻ ബി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. അതിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ അത് സ്പെസിഫിക്കലി പഠിച്ചു വെക്കാം. പിന്നുള്ളൊരു ഡ്രഗ് ഗ്രിസിയോഫൾവിൻ ആണ്. ഗ്രിസിയോഫൾവിന്റെ കേസിൽ ഫാർമക്കോകൈനറ്റിക്സ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് എക്സ്പെക്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ക്വസ്റ്റ്യൻ. ദെൻ അവിടെ 2 ഡ്രഗ്സ് ഇപ്പോൾ കീറ്റോകോണസോള് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ടെർബിനാഫിൻ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയും ഡ്രഗ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി വെക്കുക. ഇനിയുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ആന്റി വൈറൽ ഡ്രഗ്സിലാണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം 5 മാർക്സിന് ചോദിക്കാം. അത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അതുകൊണ്ട് ആ ക്ലാസിഫിക്കേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് പോവുക. അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ മെക്കാനിസം ഓഫ് ആക്ഷൻ കഴിയുന്നതും ഒരു ഡയഗ്രാം വരച്ച് പഠിച്ചു വെക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കൺഫ്യൂസിംഗ് ആണ്, സോ അതങ്ങനെ പഠിച്ചു വെക്കാം. ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അസൈക്ലോവിർ ഇമ്പോർട്ടൻ്റ് ആണ്, സിഡോവുഡിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ TB പറഞ്ഞ പോലെ തന്നെ HIV-ക്കും ഉള്ള തെറാപ്യൂട്ടിക് റെജിം എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആന്റി മലേറിയൽ ഡ്രഗ്സ്. അവിടെ ഡെഫിനറ്റ്ലി ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ വേണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ബിക്കോസ് അതും മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ദി ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു ലൈഫ് സൈക്കിൾ അറിയാമെങ്കിൽ മെക്കാനിസം പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ക്ലോറോക്വിൻ, പ്രൊഗ്വാനിൽ, ദെൻ പൈറിമെത്തമിൻ, അതുപോലെ തന്നെ ആർട്ടിമിസിനിൻ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ കുറച്ച് ഫോക്കസ് കൊടുത്ത് നോക്കി വെക്കുക. 3rd യൂണിറ്റിൽ അല്ലാണ്ടുള്ള കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്ന ആന്റിഹെൽമിന്റിക്സും ആന്റി അമീബിക് ഏജൻസും ഉണ്ട്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ്ലി കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ അതൊരു പെർട്ടിക്കുലർ ഏരിയ ആണ്. സോ ക്ലാസിഫിക്കേഷൻ ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്തായാലും പഠിച്ചേക്കുക. The next unit is unit 4. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് അവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് ആന്റി ക്യാൻസർ ഏജൻസ് ആണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മോസ്റ്റ് പ്രോബബ്ലി ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആന്റി ക്യാൻസർ ഏജൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് തിങ് ഇസ് ഓഫ് കോഴ്സ് ദ ക്ലാസിഫിക്കേഷൻ, മേ ബി ഒരു 5 മാർക്സ്. അതിനകത്തുള്ള സ്പെസിഫിക്കലി നോക്കാനുള്ളത് മെക്കാനിസം ഓഫ് ആക്ഷനും ADRസും ആണ്. ADRs ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ളത് ആന്റി ക്യാൻസർ ഏജൻസിനാണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ക്യാൻസറിന് ഏത് ഡ്രഗ് യൂസ് ചെയ്യുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ ഡ്രഗ്സ് പഠിക്കുന്ന സമയത്ത് അത് ഏത് ടൈപ്പ് ക്യാൻസറിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ സൈക്ലോഫോസ്ഫമൈഡ്, മെത്തോട്രെക്സേറ്റ്, ദെൻ വിൻക ആൽക്കലോയിഡ്സ്, പാക്ലിറ്റാക്സിൽ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ വിൻക ആൽക്കലോയിഡ്സും പാക്ലിറ്റാക്സിലും എല്ലാം മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അല്ലാണ്ട് വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഫാർമക്കോളജി ആണ്. മേ ബി അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ടത് ഇമ്മ്യൂണോ സപ്രസൻസും സ്റ്റിമുലൻസും ആണ്. അതുപോലെ തന്നെ ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ബയോസിമിലസ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോസിമിലേഴ്സ് ആണ്. സോ അതിനെക്കുറിച്ച് ഒരു കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ദി ഫൈനൽ യൂണിറ്റ് ഇസ് യൂണിറ്റ് 5. അതിനകത്ത് 2 ഏരിയാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വൺ തിങ് ഇസ് ജീൻ തെറാപ്പി ആൻഡ് ദെൻ ദ സ്റ്റെം സെൽ തെറാപ്പി. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെസിഫിക്കലി എന്ന് എടുത്ത് പറയാനൊന്നുമില്ല. സോ രണ്ടിനെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ജീൻ തെറാപ്പിയും 5 മാർക്സ്, അതുപോലെ തന്നെ സ്റ്റെം സെൽ തെറാപ്പിയും 5 മാർക്സിന് എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പഠിക്കുക. അതുപോലെ തന്നെ എങ്ങനെ ഡിസീസസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് Pharmacology 3. I hope you guys liked the video, and if you have any suggestions, please do let us know in the comment section below. All the best for your exams, and thank you for watching.